പെരുമ്പാവൂരിൽ ഗാന്ധി സ്ക്വയറിലാണ് കൊട്ടിക്കലാശത്തിന് വേദിയാവുന്നത്. നമുക്കറിയാവുന്ന പോലെ ജിഷയുടെ മരണവുമായി ബന്ധപ്പെട്ട രണ്ടാഴ്ചയോളമായി തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ മന്ദീഭവിച്ച നിലയിലായിരുന്നു. ജിഷയുടെ മരണവുമായി ബന്ധപ്പെട്ട ആരോപണ പ്രത്യാരോപണങ്ങൾ ഒഴിച്ചാൽ കാര്യമായ രാഷ്ട്രീയ പ്രചരണമൊന്നും പെരുമ്പാവൂരിൽ നടന്നിരുന്നില്ല. എന്നാൽ ആ കുറവ് പരിഹരിച്ചുകൊണ്ടാണ് പ്രചാരണത്തിന്റെ അവസാന ദിവസം വിവിധ രാഷ്ട്രീയ കക്ഷികൾ പ്രചാരണത്തിന്റെ അവസാന ദിവസം കൊഴുപ്പിക്കുന്നത്. പോലീസിന്റെ കർശന നിയന്ത്രണത്തിലാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ കർണാടകയിൽ നിന്നുള്ള ഒരു കമ്പനി പോലീസിനെയും ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഓരോ രാഷ്ട്രീയ കക്ഷികൾക്കും പ്രത്യേകം ഇടം അനുവദിച്ചുകൊണ്ടാണ് പോലീസ് അവസാനവട്ട ക്രമീകരണങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ ചെയ്തിരിക്കുന്നത്. എന്റെ പിന്നിലായി കാണുന്നത് ഇടതുപക്ഷ പ്രവർത്തകരാണ്. ബിജെപിയുടെ പ്രകടനം അപ്പോൾ തന്നെ മറുവശത്ത് നടക്കുന്നുമുണ്ട്. UDFന്റെ പ്രചരണ പരിപാടികളും ഇതിനോടൊപ്പം തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ മൂന്ന് കക്ഷികളും ഒരേ സമയത്ത് ഒരേ വേദിയിൽ എത്താത്ത രീതിയിലുള്ള ക്രമീകരണങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. വർദ്ധിച്ച വീര്യത്തോടെയാണ് പ്രവർത്തകർ അവസാനവട്ട പ്രചരണം നടത്തുന്നത്. നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ 3 തവണ പെരുമ്പാവൂർ ഇടതുപക്ഷത്തിന്റെ കയ്യിലായിരുന്നു. ഇത്തവണ പ്രത്യേകിച്ച് ജിഷ മരണത്തോടനുബന്ധിച്ചുള്ള രാഷ്ട്രീയ കോലാഹലങ്ങൾ കൊണ്ട് മണ്ഡലം ഏത് രീതിയിൽ പ്രതികരിക്കുമെന്നുള്ളത് പ്രവചനാതീതമായിട്ടുണ്ട് മത്സരം. അതുകൊണ്ട് തന്നെ കർശനമായ കടുത്ത രീതിയിലുള്ള ഒരു പ്രചരണ പ്രവർത്തനങ്ങളാണ് ഇപ്പോഴും നടക്കുന്നത്. അവസാന മിനിറ്റ് പോലും ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടം കാഴ്ചവെക്കാനാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളും പെരുമ്പാവൂരിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.